ഒരു അധോലോക സംഘമാണ് ഈ ഭരണത്തെ നയിക്കുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. ഒന്ന്. രണ്ട്, RSSന്റെ സ്വാധീനം കേരള ഭരണത്തിൽ നല്ലുണ്ട് എന്നാണ് അൻവർ പറഞ്ഞത്. പൂരം കലക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ന്യൂനപക്ഷത്തിനെതിരെ ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് അൻവർ പറഞ്ഞത്. അൻവർ പറഞ്ഞ 17 കാര്യങ്ങളും CPI നേരത്തെ പറഞ്ഞിരിക്കണം. CPI പറഞ്ഞിരിക്കണം. ആദ്യമായി RSSൽ നമ്മളല്ലാത്തവർ RSSന്റെ ഗ്യാങ് പോലീസിലുണ്ട് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയാണ്, CPIയുടെ നേതാവ്. ഏത് CPI? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കിടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാപ്പനി അറിയുന്ന CPI. അവർ നേരത്തെ പറഞ്ഞു, അവരെ പുറത്താക്കിയില്ല, അൻവറിനെ പുറത്താക്കി. ഈ CPIയുടെ ഒരു നേതാവിനെയും പുറത്താക്കില്ല. അതിൻ്റെ മുമ്പേ വേറൊന്നും പറഞ്ഞു CPI. ഈ പിണറായിയുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് സംശയിക്കണം. അങ്ങനെ ചെന്നിത്തല കുഞ്ഞാപ്പെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ട് CPIനെയും പുറത്താക്കില്ല. ഒലിപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അൻവർ പറഞ്ഞ 17 കാര്യം CPI പറഞ്ഞു. പക്ഷെ അൻവറിനെ പുറത്താക്കി, CPIനെ പുറത്താക്കിയിട്ടില്ല. ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യണ്ട. പണ്ട് സ്കൂളിൽ കണക്ക് മാഷ് ക്ലാസ്സിൽ ഉറങ്ങി തൂങ്ങിയായിരുന്നു. കണക്ക് മാഷ് ഉറങ്ങി തൂങ്ങി കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. മൂപ്പരാണ്ട് എഴുതാൻ കൊടുത്തിട്ട് കുട്ടികൾ കണ്ട് കൊടുത്ത് മൂപ്പരാണ്ട് കിടന്നുറങ്ങുകയാണ്. രക്ഷിതാക്കൾ പരാതി പറഞ്ഞപ്പോൾ ഇതിൽ സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിയൂണ്ണ പറഞ്ഞയച്ചു ഹെഡ്മാഷ്. ക്ലാസ്സിൻ്റെ പക്കത്ത് ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞ മാതിരി തന്നെ കണക്ക് മാഷ് ഭയങ്കര ഉറക്കമാണ്. പിയൂണ് കുറച്ചു നേരം നിന്നു, പിന്നെ കാല് കുഴഞ്ഞപ്പോൾ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനും ഉറങ്ങി. ആര്? പിയൂണിനെ കാണാതായപ്പോൾ ഹെഡ്മാഷ് ഒറ്റക്ക് കോണി കയറി പോയി നോക്കുമ്പോൾ രണ്ടാളും മരണമുറക്കാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു മുത്തലക്കായ ഹെഡ്മാഷാണെങ്കിൽ രണ്ടാളതും തെറ്റാണ്, രണ്ടാളെയും പിടിച്ച് പുറത്താക്കണ്ടേ? ഹെഡ്മാഷ് പിയൂണിനാണ് പുറത്താക്കിയത്. എന്താ കാരണം പറഞ്ഞതെന്നറിയോ? കണക്ക് മാഷുടെ ഉറക്കത്തിന് ശല്യം ചെയ്യുന്ന രീതിയിൽ കൂർക്കം വലിച്ചു എന്നുള്ള കാരണമാണ് പിയൂണിനെതിരെ ഉന്നയിച്ചത്. ഇപ്പം അൻവറിനെതിരെ ഉന്നയിക്കുന്നത് ആ ആരോപണമാണ്. അൻവർ പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ സംഭവങ്ങളൊന്നുമല്ല. ഇപ്പം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ആളുകൾ. ആ ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഈർത്തം കണ്ട കായം കലക്കിയ മേനും കൂടി ഇല്ല. പൂരം പിന്നല്ലേ, അയാൾക്ക് ആ വൈക്കൊന്നൊരു ചിന്തയില്ല. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി, ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, പിണറായി വിജയനൊക്കെ പറ്റിയിട്ട് ഈ RSS ചായ്വ് എന്നൊക്കെ നടന്ന് പ്രസംഗിക്കുമ്പോൾ എന്നെക്കെതിരെ വാട്സപ്പിൽ ഇങ്ങനെ സ്വന്തമായിട്ട് വിളിക്കലും ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്നറിയാം, ഞാൻ അതിൻ്റെ ചില കാര്യകാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു 3/4% ആൾക്കാരും ഇപ്പോൾ ആ വക മെസ്സേജുകൾ കുറവാണ്. അപ്പം ഞാൻ അവരൊക്കെ ഇപ്പോൾ ഹയാത്തിലുണ്ടോ എന്നറിയാം, ഒന്ന് അങ്ങോട്ട് അയച്ചു നോക്കി. അപ്പം അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അതിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്, പഴയ പിണറായി ആണെങ്കിൽ അതൊന്നും ചെയ്യൂല. പഴയ പിണറായി ചെയ്യോ? ഈ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന മനുഷ്യൻ ചെറിയ മനുഷ്യനൊന്നല്ല. ഗുജറാത്ത് കലാപത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയാണ്. ആ മുതലിനെ പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു, ഈ ചരക്കിനാണ്ട് തരട്ടേന്ന്. വാങ്ങിയില്ല അവള്. ആണായ തമിഴ്നാട്ടിനോടും ചോദിച്ചു, അവരും എടുത്തില്ല. ആണായ തമിഴ്നാട് വേണ്ടെന്ന് വെച്ചാൽ, പെണ്ണായ ബംഗാൾ വേണ്ടെന്ന് വെച്ചാൽ, ആ മുതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത കേരളത്തിൻ്റെ ആഭ്യന്തരാണ്. നാട്ടുകാരോട് പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഹിന്ദു പത്രത്തിൽ ഇയാൾ ഈ കൊടുത്തതെന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമാണോ? അതെന്തിനാ അങ്ങനെ കൊടുക്കാൻ കാരണം? നേരത്തെ നവാസ് പറഞ്ഞു, ഞാനത് വിശദീകരിക്കല്ല, മറ്റുള്ളവടത്തും ഇത് അറിയണമെന്നാ. BJPനെ തൃപ്തിപ്പെടുത്തുകയാണ്, മറ്റുള്ളവടത്തും ഇത് അറിയണം. ആര്? പ്രത്യേകിച്ച് അമിത്ഷായും അതുപോലെ മോഡി ഇത് അറിയണം. അവർക്ക് കുളിരണിയുന്ന വർത്താനാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റിലെ മോഡി പറയുന്ന ഒരു വർത്താനുണ്ട്. കേരള के मुख्यमंत्री श्री പിണറായി വിജയനെ കഹ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, എന്ത്? CAA NRC
യാത്രാ മേ റാലി മേ ആതങ്കവാദി ഹേന്ന്, CAA NRC ജാഥയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിരിക്കണേന്ന്. ഇതുകൊണ്ടുള്ള ഏതു ചെറുതൊന്നല്ല, എല്ലാവർക്കും അതിൻ്റെ നഷ്ടം. ഇപ്പം TK ഹംസാക്ക അൻവറിനെതിരെ മറുപടി പറയാൻ വേണ്ടി വന്നപ്പോൾ എന്താ പറഞ്ഞറിയോ? മലപ്പുറം ജില്ല നിങ്ങളെ മൂത്താപ്പാൻ്റെ തറവാട്ട് സ്വത്തൊന്നല്ല, എന്നാൽ എളാപ്പ ഹംസാക്ക കേട്ടോളി, ആ പറഞ്ഞ വർത്താനം നിങ്ങൾക്കും ഞമ്മക്കൊക്കെ ബാധക. മലപ്പുറത്താണ് ഈ സ്വർണ്ണക്കടത്ത് കൂടുതൽ നടത്തുന്നതെന്നും ഈ പൈസയും ഹവാലയും ഉപയോഗിച്ച് ഇവിടെ രാജ്യദ്രോഹത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. നയതന്ത്ര ചാനൽ വഴി സ്വർണം കണ്ട് കടത്തിയ ആളാ പറഞ്ഞത്. ഖുർആനിലൂടെ കടത്തി, ഈത്തപ്പഴത്തിലൂടെ കടത്തി. എൻ്റെ ജലീലൊക്കെ കടിലങ്ങൾ ജലീൽ കൊടുത്ത മുസാഫത്തിൻ്റെ തൂക്കം വ്യത്യാസം കണ്ടപ്പോൾ ആരോ ചോദിച്ചത്ര എന്താ വ്യത്യാസം. എന്നോടൊരു സഖാവ് പറഞ്ഞാൽ ചിലപ്പം ജലീൽ കൊടുന്നതിൽ അൽബക്കർ ഉണ്ടാവില്ല അറിഞ്ഞു. അങ്ങനെയൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇതൊക്കെ ദുരുപയോഗം ചെയ്ത് സ്വർണം കടത്തി. എന്നിട്ട് ജലീലിൻ്റെ വക 99% മുസ്ലിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. നോക്കണം, സ്വപ്ന സുരേഷ് മുസ്ലിമ, ശിവശങ്കർ മുസ്ലിമ, ഈ വിജയൻ എന്ന് പറഞ്ഞ പിണറായി മുസ്ലിമ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഏതുണ്ടാക്കിയ അവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്. ഇപ്പം കണ്ടോ, ഇത് പറഞ്ഞേക്ക് ആരിഫ് ഖാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗൗരവമായി എടുക്കുന്നു. ആരിഫ് ഖാനെ വെറുതെ പറഞ്ഞയച്ചൊന്നല്ല, ഇവിടെ എന്തൊക്കെയെന്ന് നോക്കാനാ ഇവിടുത്തെ കാര്യങ്ങൾ. കണ്ടില്ലേ, നമ്മൾ അച്യുതാനന്ദൻ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, ഏത് ഈ മുസ്ലിം പെൺകുട്ടികളെ ലൈനടിച്ചിട്ട് അവരെ കല്യാണം കഴിപ്പിച്ച് പ്രേമം നടിച്ച് കല്യാണം കഴിച്ച് ഒരു 2025 മക്കളെ ജനിപ്പിച്ച് ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ഹംസാക്ക് എന്തിയാ അന്നാ അണ്ണാക്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ? എന്താന്ന് പറയാഞ്ഞത്? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടത് ലീഗിൻ്റെ തറവാട്ട് സ്വത്തല്ല, ഞങ്ങളെ മൂത്താപ്പാൻ്റെ മുതലല്ല എന്ന് പറയുമ്പോൾ ഇവിടെ കേരള സംസ്ഥാനത്ത് 35 ആകുമ്പോഴേക്കും ഒരു ഇസ്ലാമിക രാജ്യമാകുന്ന അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ ഒരു മലപ്പുറം ജില്ലാ കമ്മിറ്റിനെയും ഒരു KT ജലീലിനെയും ഒരു ഹംസാക്കാനെയും ഒരു ഉള്ളണത്തെ സഖാവിനെയും ഏരിയ സെക്രട്ടറിനെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. എന്താ അതുകൊണ്ടുണ്ടായ ഇടങ്ങറെന്നറിയോ? UP മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേരളക്കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ ने कहा, അങ്ങനെ പറഞ്ഞു. കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞു ലവ് ജിഹാദ്. വേറെ ഏതൊരു പോയത്തക്കാരൻ അതിലിടക്ക് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ്. അതെന്താ? കഞ്ചാവ് വലിക്കാൻ കൊടുക്കുക, അതിന് അവൻ്റെ ഹാല് മാറ്റിയിട്ട് ഷഹാദത്ത് എല്ലി കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. ഈ കഥയും ബുദ്ധിയില്ലാത്തവനെ പിന്നെന്തിനാ നമുക്ക്? ഈ ഷഹാദത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. ഈ കഞ്ചാവ് വലിച്ചവന് മനസ്സിലുറക്കുമോ? നാവ് എല്ലാം പോലെക്കടോ. ഇത് ചിന്തിച്ചാൽ പോരെ. ഈ ലവ് ജിഹാദ് പറഞ്ഞ മോരും മുതരിയുമായിരുന്ന സാധന രണ്ടും തമ്മിൽ ചേരൂല. ലവ് തലേ കയറിയവന് ലവ് കയറൂല. ജിഹാദ് കൽബി കയറിയവന് ലവ് തീരെ കയറൂല. അത് രണ്ടും രണ്ടാ. അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണോ പ്രേമിക്കാൻ നിൽക്കുക, പ്രേമിക്കാൻ പോണോന് യുദ്ധത്തിന് പോവുക. ഇത് രണ്ടും രണ്ടാണ്. നോക്കണം നിങ്ങൾ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മാർക്സിസ്റ്റ് പാർട്ടി ആളെ പൊട്ടനാക്കുകയാണ്. TK ഹംസാക്ക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ റെസ്റ്റ് എടുത്തിരുന്ന ആളാ. ഇപ്പം അൻവർ കണ്ടങ്ങൾ നിങ്ങൾക്കെതിരെ ഈ MVR വന്നിട്ട് മറ്റുള്ളവരൊക്കെ വന്നു. അതുപോലെ ഇപ്പോൾ പല കുതൂഹലും നിങ്ങൾക്കെതിരെ വന്നു. നിങ്ങൾ അനങ്ങിയില്ല. പക്ഷെ അൻവർ വന്നപ്പോൾ നിങ്ങൾക്ക് കൊള്ളി. പാലോളി മൈമുട്ടിയാക്കി ഇറങ്ങി, TK ഹംസാക്ക ഇറങ്ങി. കാരണം നിങ്ങളെ കൂടുതൽ എടുക്കാനുള്ളിടത്തോളം ആൾക്കാരെ ഇറക്കൽ തുടങ്ങിയിരിക്കണം നിങ്ങൾ. അതെന്തിനാ? പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പോക്ക് എങ്ങോട്ടാണ്? ചെറിയ സംഭവമാണോ? മലപ്പുറത്തിനെ പറ്റിയിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയാ ലീഗർ. മലപ്പുറത്ത് നിങ്ങളുണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടങ്ങളെ സഖാവ് അനിൽകുമാർ പറഞ്ഞത് കേട്ടോ? മലപ്പുറത്ത് ഞങ്ങൾ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം എന്നുള്ളത് മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നാ. ഞാൻ ചോദിക്കണേ, ഹംസാക്കാൻ്റെ പേരയിൽ തട്ടറിന കുട്ടികളില്ലേ? ലീഗേരെ കുട്ടികളെ യൂണിഫോമാണത്. എന്തിൻ്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സഖാക്കളടക്കമുള്ളവർ മിണ്ടാത്തത് ആ കാര്യത്തിൽ? മലപ്പുറം ജില്ലയെക്കുറിച്ച് പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കോപ്പി അടിച്ച് പാസ്സാകുന്നു.
6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഏതാ? പൂക്കോയ തങ്ങളെ കാലല്ല, അഷറഫുൽ ഖൽക്ക് ആരംഭ റസൂലുള്ളാഹിന്റെ കാലാണ്. അത് പറയുമ്പോൾ ലീഗിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യണ്ടേ ഹംസാക്ക? അപ്പം എന്താ മാർച്ചിട്ടുപാട്ടിയുടെ ഏർപ്പാട്? നിയാസ് പുളിക്കലകത്തല്ലേ പറഞ്ഞത് രാജാവ് നഗ്നനാണെന്ന്? അപ്പം ആരാ പറയാത്തത്? എല്ലാവരും പറയൽ തുടങ്ങി.